ടു വർക്കേഴ്സ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുളകൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണ പറഞ്ഞിട്ടായിരിക്കില്ലേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ശരിക്കുള്ള മുളക് കൊണ്ടാട്ടം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത്. നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ചിലത് നന്നായിരിക്കും, ചിലതിൽ ഒന്നിലും ഉപ്പ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ചിലതിൽ പ്രോപ്പറായിട്ട് ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ എങ്ങനെയാണ് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിനി ഇതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കുത്തി കൊടുക്കാം. കുറച്ച് മുളകൊക്കെ എടുത്ത് ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും, വീട്ടിലുണ്ടായതാണ് കേട്ടോ. അതിനെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക ഒരു കോല് കൊണ്ട്, അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഇതിപ്പോൾ ഇതെല്ലാം വരഞ്ഞു കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ കോലുണ്ടെങ്കിൽ കുത്തിയാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞെട്ടി അത് കളയാൻ പാടില്ല, അതും ഞാൻ പിന്നാലെ പറയാം എന്താണെന്നുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് തൈര്, അതായത് ഇപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ ശരിക്കും മുളക് മുങ്ങുന്ന വിധം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്ത ശേഷം അതിനെ അടച്ചു വെക്കുക. ഇടയിൽ മണത്തങ്കാളി കണ്ടത് ഞാൻ അതുപോലെ ഉണ്ടാക്കി വെച്ചതാണ്, അതിനാണ് അതിനെ കാണിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ അതിനെ എടുത്തിട്ട് അടുത്ത ദിവസം അതിനെ ഒരു പ്ലേറ്റിലേക്ക് മോരുന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം എന്ത് ചെയ്യണം, ആ വെള്ളം വന്നിട്ട് അതേപോലെ അടച്ചു വെക്കണം കേട്ടോ. അതിൽ ഉപ്പോ മറ്റോ പോരെങ്കിൽ ഒന്ന് നോക്കുക, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ വെയിലത്ത് വെക്കുക കേട്ടോ. വെയിലത്ത് വെച്ച ശേഷം നമ്മൾ വൈകുന്നേരം അതിനെ എടുത്തിട്ട് ഇതപ്പോൾ എഗെയിൻ മോരിലേക്ക് ഇട്ട് കൊടുക്കണം, അതാണ് ഇപ്പോൾ കാണിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. സെക്കൻഡ് ഡേ നമ്മൾ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തിനാ പറയണമെന്നുള്ളത് പിന്നാലെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് ബോറിംഗ് ആയിട്ട് കാണരുത്. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ഡേ വന്നിട്ട് വീണ്ടും അതിനെ മോരുന്ന് എടുത്തിട്ട് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെയിലത്ത് വെക്കുക. എന്നിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യണം, വൈകുന്നേരം മോരിനെ അടച്ചു വെക്കണം കേട്ടോ. അതുപോലെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ വെയിലത്തെടുത്തിട്ട് അതിനെ വീണ്ടും, ഞാൻ മണത്തങ്കാളിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ, അതിനെ വീണ്ടും നമ്മളിതുപോലെ മോരിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുത്തിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് മോര് നല്ലവണ്ണം ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരും കേട്ടോ. അതിനാണ് അതിനെ വരഞ്ഞു കൊടുത്തത്. ഓക്കെ, പിന്നെ ഞെട്ടി അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് 3-ാമത്തെ ദിവസമായി. വീണ്ടും നമ്മളതിനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ആ മോര്, ബാക്കി വന്ന മോര് കളയരുത്, വീണ്ടും അതിലേക്ക് പുതിയ മോര് ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. അതിനെ വീണ്ടും അങ്ങനെ എടുത്ത് വയ്ക്കുക, അടച്ചു വയ്ക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മളിതിനെ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് അതിനെ വീണ്ടും വൈകുന്നേരം എടുത്തിട്ട് അഗൈൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഞെട്ടി എടുക്കാതിരുന്നാൽ അത് വന്ന് കേട് വരില്ല വേഗം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് പിടിച്ചെടുക്കാനും ഒക്കെ വറുക്കാനും തിന്നാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടാവും, അതിനാണ് അതങ്ങനെ വെക്കണം. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 4th ഡേ ആയി കേട്ടോ. അപ്പോൾ തൈര് ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, പുതിയത് ആഡ് ചെയ്യരുത് കേട്ടോ, അതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 4th ഡേ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വൈകുന്നേരമായ എടുത്തിട്ട് അതിന് തൈരിലേക്ക് തന്നെ ഇടുക കേട്ടോ. ഇത് ചൂടിനനുസരിച്ച് അത് തൈര് അബ്സോർവ് ചെയ്യും, അങ്ങനെയാണ്. ശരിക്കുള്ളതാണെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ശരിയാവും. ഓക്കെ, ഇതിപ്പോൾ 5th ഡേ ആണ്. കണ്ടോ, തൈരൊക്കെ ഏകദേശം കഴിഞ്ഞു അതിൽ, അല്ലേ? എല്ലാം ഈ മുളക് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ മുളകിൻ്റെ എരിവും അതിൻ്റെ ഉപ്പും എല്ലാം കൂടി അതിൽ ഇത് കണ്ടോ, തൈര് മുഴുവൻ കാലിയായി. ഇതുപോലെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ വെയിലത്ത് വെക്കുക, നല്ലോണം ഉണങ്ങണ വരെ വെക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 6th ഡേ ആയി, ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടി. അത് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും. എന്നിട്ട് അതിനെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. അതേപോലെ ഞാൻ മണത്തങ്കാളിയും ഉണക്കിയതാണ് വറുത്തത് കാണിക്കേണ്ടത്. സോ നമുക്ക് അടിപൊളി തൈര് മുളക് കൊണ്ടാട്ടം, ഇവിടെ മണത്തങ്കാളിയും കൂടി ഉള്ളത് കൊണ്ട് മണത്തങ്കാളി കൊണ്ടാട്ടം രണ്ടും റെഡിയായിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചൂട് സമയമൊക്കെ തുടങ്ങണ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസം, കഴിക്കാനും നല്ല സുഖമാണ്. തൈര് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അടിപൊളിയായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.